ആകാശവാണി കോഴിക്കോട്. പൂക്കൂട. കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പൂക്കൂട അവതരിപ്പിക്കാൻ നമ്മോടൊപ്പമുള്ളത് പണിക്കരപ്പുറായ ഗവൺമെൻറ് LP സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പൂക്കൂടയിലേക്ക് സ്വാഗതം. ഞാൻ ഹിബ ഫാത്തിമ. മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിൽ പണിക്കരപ്പുറായ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളാണ് ഇന്നത്തെ പൂക്കുടയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം പങ്കെടുക്കുന്നവർ വേദ, അജ്വ മെഹറിൻ, റന, ലിയ ഫാത്തിമ, ആദിശ്രീ, തീർത്ത, റിസ, ധ്യാൻ കൃഷ്ണ, സിയ. ആദ്യമായി പ്രാർത്ഥന ചൊല്ലുന്നത് ഹിബ, സിയ, റിസ, അജ്വ, റന, ലിയ, ആദിശ്രീ. സ്നേഹമാണു നീ ദൈവമേ, സത്യമാണു നീ ദൈവമേ, സ്നേഹസത്യങ്ങളാലയെന്നുമെൻ ജീവിതം ധന്യമാക്കൂ നീ, ജീവിതം ധന്യമാക്കൂ നീ. തിന്മ ചെയ്യും സഹചരോടെന്നും നന്മ ചെയ്യുവാൻ തോന്നണം. കഷ്ടകാലം വരുമ്പോഴും ധർമ്മനിഷ്ഠ തെറ്റാതിരിക്കണം. പാലക പരിപാലക, പാലക പരിപാലക, സ്നേഹമാണു നീ ദൈവമേ, സത്യമാണു നീ ദൈവമേ, സ്നേഹസത്യങ്ങളാലയെന്നുമെൻ ജീവിതം ധന്യമാക്കൂ നീ, ജീവിതം ധന്യമാക്കൂ നീ. അടുത്തതായി ദേശഭക്തി ഗാനം ആലപിക്കുന്നത് അജ്വ മെഹറിൻ, ഹിബ, റിസ, ലിയ, ആദിശ്രീ, തീർത്ത, റന. വന്ദനം ഋഷിനാടേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം.
നമുക്കൊരിന്ത്യ, നമുക്കൊരിന്ത്യ, നമുക്കൊരിന്ത്യ. ദേശഭക്തി ഗാനം ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? അടുത്തതൊരു പദ്യമായാലോ? പദ്യം ചൊല്ലുന്നത് തീർത്ത. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പിറക്കാത്ത മകൻ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനേ, നരകങ്ങൾ വാപിളർക്കുമ്പോഴരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളു നീയല്ലാതെ എങ്കിലും. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനേ, നരകങ്ങൾ വാപിളർക്കുമ്പോഴരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളു നീയല്ലാതെ എങ്കിലും. പെറ്റു വീഴാനിടമെങ്ങു നിനക്കന്യർ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞൊരീ ഭൂമിയിൽ. സർപ്പം കടിച്ച മുല കുടഞ്ഞമ്മതൻ ചുണ്ടത്തറിവു ചുരത്തുന്നതെങ്ങനെ? വേല കിട്ടാതെ വിയർക്കുന്നൊരച്ഛൻ്റെ വേദനയുണ്ടു വളരുന്നതെങ്ങനെ? രോഗദാരിദ്ര്യജരാനരപീഡകൾ ബാധിച്ചുഴന്നു മരിക്കുന്നതെങ്ങനെ? അറ്റുതെറിച്ച പെരുവിരൽ പ്രജ്ഞതൻ ഗർഭത്തിലെ കണ്ണു പൊട്ടിയ വാക്കുകൾ, ചക്രവേഗങ്ങൾ ചതച്ച പാദങ്ങളാൽ പിച്ച തണ്ടാൻ പോയ ബുദ്ധസ്മരണകൾ, രക്തക്കളങ്ങളിൽ കങ്കാള കേളിക്കു കൊട്ടിപ്പൊളിഞ്ഞ കിനാവിൻ പെരുമ്പറ. ഇഷ്ടദാനം നിനക്കേകുവാൻ വയ്യന്റെ ദുഷ്ടജന്മത്തിൻ്റെ ശിഷ്ടമുണ്ടിത്രയും. നിത്യേന കുറ്റമായി മാറുന്ന ജീവിത തൃഷ്ണകൾ മാത്രം നിനക്കെൻ്റെ പൈതൃകം. അക്ഷരമാല പഠിച്ചു മനുഷ്യൻ്റെ കഷ്ടനഷ്ടങ്ങളെ കൂട്ടി വായിക്കുകിൽ. ലോകാവസാനം വരേക്കും പിറക്കാതെ പോകട്ടെ നീ എൻ മകനേ, നരകങ്ങൾ വാപിളർക്കുമ്പോഴരിഞ്ഞു വിളിക്കുവാൻ ആരെനിക്കുള്ളു നീയല്ലാതെ എങ്കിലും. കൂട്ടുകാരെ, അടുത്തതായി ഒരു അറബി സംഘഗാനമായാലോ? പങ്കെടുക്കുന്നവർ റന, ഹിബ ഫാത്തിമ, ലിയ, സിയ, റിസ, അജ്വ മെഹറിൻ. يا
حين هلك مهدن نشر كالثعبان أين المفر لنا أين نبيت في الدنيا أين المفر لنا أين نبيت في الدنيا لم تقتلك يا إنسان أنت مجنون تضيع عيشك يا حيوان أنت معبون لم تقتلك يا إنسان أنت مجنون تضيع عيشك يا حيوان أنت معبون نهى إلهنا خمرا ومسكرا نهى إلهنا خمرا ومسكرا نهار طوال أنت ليلة قافلاني نهار طوال أنت ليلة قافلاني فتحت فتنة قدمت رحمة ثبت أطوى يا إنسان فتحت فتنة قدمت رحمة ثبت أطوى يا إنسان نحن نموت عذاب نحن نموت عذاب لا لا نحن نفوت سعداء لا لا نحن نفوت سعداء لم تقتلك يا إنسان أنت مجنون تضيع عيشك يا حيوان أنت معبون لم تقتلك يا إنسان أنت مجنون تضيع عيشك يا حيوان أنت معبون قدوتك هنا معلومة أين مسكنك بخلد أين مسكنك بخلد أما حياتك حياتك الحيوان أما حياتك حياتك الحيوان കൂട്ടുകാരെ, അറബി സംഘഗാനം കേട്ടല്ലോ. ഇനിയൊരു മലയാള പ്രസംഗമായാലോ? മലയാളിയുടെ മാറുന്ന ഭക്ഷണ രീതിയെപ്പറ്റി ധ്യാൻ കൃഷ്ണ സംസാരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. ആരോഗ്യം നമ്മുടെ അനുഗ്രഹീത സൗഭാഗ്യമാണ്. ശാരീരികവും മാനസികവുമായ കരുത്താണ് ആരോഗ്യം. സമീകൃതാഹാരം, വ്യായാമം, മാനസിക ഉല്ലാസം എന്നിവയിലൂടെയാണ് ആരോഗ്യം ലഭിക്കുന്നത്. ഊർജത്തിനും പ്രതിരോധ ശക്തിക്കും ശാസ്ത്രീയമായ ഭക്ഷണരീതി ആവശ്യമാണ്. പ്രകൃതി രമണീയമായ സന്തുലിത കാലാവസ്ഥയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നവരാണ് നാം. നമ്മുടെ ആഹാരരീതികൾ നാട്ടിനും നാട്ടുജീവിതത്തിനും യോജിച്ചതായിരുന്നു. വീട്ടുവളപ്പിലെ വിഷരഹിത പച്ചക്കറികൾ കഴിച്ചവർ, നാട്ടിൻ പുറത്തെ മാംസാഹാരം നൽകി വിരുന്നൂട്ടിയവർ. ഓണം, വിഷു, പെരുന്നാൾ, ക്രിസ്മസ് മുതലായ ആഘോഷങ്ങൾ സംസ്കാരത്തിൻ്റെ സംഗമം ആയിരുന്നു. ഒപ്പം തനിമയുള്ള ഭക്ഷണത്തിൻ്റെ പങ്കുവെക്കലും ആയിരുന്നു. ജീവോർജത്തിൻ്റെ അമൃതായ ഇളനീരും സംഭാരവും സർബത്തും മലയാളിയുടെ ദാഹശമനിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മിലേക്ക് വന്നിട്ടുള്ള മറുനാടൻ ഭക്ഷണരീതിയും ന്യൂജൻ രുചിമാറ്റങ്ങളും നമ്മെ നിത്യരോഗിയാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജങ്ക് ഫുഡും സോഫ്റ്റ് ഡ്രിങ്കും പല പേരുകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പാക്കറ്റുകൾ ഗ്രാമങ്ങളിൽ പോലും സുലഭമാണ്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നത് ദുഷിച്ച ഭക്ഷണങ്ങളാൽ വികൃതം എന്ന് പറയേണ്ടി വരുന്നു. സാമൂഹ്യ മാറ്റങ്ങൾ നേടിയെടുത്തവരാണ് മലയാളികൾ. കുട്ടികളായ നമ്മളും ഈ മാറ്റങ്ങൾ പങ്കുകൊള്ളണം. ആരോഗ്യപൂർണമായ ജീവിത രീതിയും പ്രകൃതിദത്തമായ ഭക്ഷണരീതിയും പാലിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതിന് നമുക്ക് സാധിക്കട്ടെ. ജയ് ഹിന്ദ്. കൂട്ടുകാരെ, ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഇനിയൊരു കഥയാവാം. നമ്മുടെ കൊച്ചു കൂട്ടുകാരി വേദ അമ്മക്കിളിയെക്കുറിച്ച് കഥ പറയുന്നു.
ഞാൻ പറയുന്ന കഥേൻ്റെ പേര് അമ്മക്കിളി. ഒരു കാട്ടിലൊരു അമ്മക്കിളി കൂട് കൂട്ടിയിരുന്നു. അതിൽ അമ്മക്കിളി അച്ചങ്കിളി ഉണ്ടായിരുന്നു. അമ്മക്കിളി കൂട്ടിൽ മുട്ടയിട്ട് മുട്ടയ്ക്കടയിരുന്നു. അച്ചങ്കിളി രാവിലെ പോയി അമ്മക്കിളിക്കുള്ള ഭക്ഷണം തേടി വൈകിട്ട് തിരിച്ചെത്തും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അമ്മക്കിളിക്കും അച്ചങ്കിളിക്കും സന്തോഷമായി മുട്ട വിരിഞ്ഞു. മുട്ട വിരിഞ്ഞപ്പോൾ ഒരു സുന്ദരി കിളിക്കുഞ്ഞു പുറത്തു വന്നു. കുഞ്ഞുകിളി കുറച്ച് വലുതാവുന്നവരെ അമ്മക്കിളി കുഞ്ഞുകിളിക്ക് കാവൽ നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു ചിറകുകൾ മുളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അച്ചങ്ങളിൻ്റെ ഒപ്പം അമ്മക്കളെയും തീറ്റ തേടി പോകാൻ തുടങ്ങി. പോകുന്ന മുന്നേ അമ്മക്കളി കുഞ്ഞുക്കളിനോട് പറഞ്ഞു, നീ എങ്ങോട്ടും പോകരുത്, നമ്മുടെ ചുറ്റുപാടും ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു. അമ്മക്കളി അച്ചങ്ങളും തീറ്റ തേടിപ്പോയി. കുഞ്ഞുക്കളി മെല്ലെ കാഴ്ചയിൽ കാണാൻ പുറത്തിറങ്ങി. അതാ ഒരു കരിമ്പിക്കാക്ക അമ്മക്കിളി അച്ചങ്ങളെയും തീറ്റ തേടി പോകുന്ന കണ്ടു. കുഞ്ഞുക്കളീനെ മെല്ലെ റാഞ്ചാൻ നോക്കി. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം തേടി അമ്മക്കിളി അച്ചങ്ങളി എത്തി. കരിമ്പിക്കാക്കന് ഓടിച്ചു വിട്ടു. അമ്മക്കിളിനെ കണ്ടപ്പോൾ കുഞ്ഞുകിളി പേടിച്ചു വരച്ചു കരഞ്ഞു. അമ്മക്കിളി പറയാതെ പുറത്ത് പോയതിൻ്റെ ഫലം കുഞ്ഞുകിളിക്ക് കിട്ടി. ഇതാണ് പറയുന്ന മുതിർന്നവർ പറയുന്ന അനുസരിക്കണം. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി വേദയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അടുത്തത് ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷൻ ആയല്ലോ. അവതരിപ്പിക്കുന്നത് ഹിബ ഫാത്തിമ. ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ ബൈ വാൾട്ട് വിറ്റ്മാൻ. O Captain, my Captain, our fearful trip is done. The ship has weathered every wreck. The prize we sought is won. The port is near, the bells I hear, the people all exulting, while follow eyes the steady keel, the vessel grim and daring. But oh heart, 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 oh the bleeding drops of red, where on the deck my captain lies, fallen cold and dead. O Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung. For you the bugle trills. For you bouquets and ribbon wreaths. For you shows a crowding. For you they call the Soyimas, their eager faces turning. Here, Captain, dear father, this arm beneath your head. It is some dream that on the deck you've fallen cold and dead. My captain does not answer, his lips pale and still. My father does not feel my arms, he has no pulse nor will. The ship is anchored safe and sound, its voyage caused and done. From fearful trip the witcher ship comes it with object one. Exalt O shores and ring of bells, but I with mournful tread walk the deck, my captain lies, fallen cold and dead. അടുത്തതായി മാപ്പിളപ്പാട്ട്. പങ്കെടുക്കുന്നവർ ഹിബ, റന, ലിയ, സിയ, തീർത്ത, റിസ, അജ്വ മെഹറിൻ, ആദിശ്രീ. പൂമുത്ത് ഹജറ
അവസാനമായി ചിത്രീകരണം. തിരിച്ചു കിട്ടിയ നിധി. പങ്കെടുക്കുന്നവർ: തീർത്ത, റിസ, അജുവ, ലിയ ഫാത്തിമ, ഹിബ ഫാത്തിമ. അമ്മാ അമ്മാ, ആരുമില്ലേ? സാപ്പാട് വേണമ്മാ, സാപ്പാട്. മോനെ, ആരോ വിളിക്കുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയേ. അമ്മ കുളിക്കാന്ന് പറയിട്ടോ. ദേ അമ്മ ഇപ്പം വരാം. അമ്മ കുളിമുറിയില്ല, ഇപ്പം വരൂട്ടോ. ഓ, ഇവരാണോ? എന്താ? വിശന്നിട്ട് വയ്യ, കണ്ണിന് കാഴ്ചയില്ലാത്ത കുളന്തയാ. ഇഡ്ഡലിയും സാമ്പാറുമുണ്ട്, തരട്ടെ? ആ ചേച്ചി, കൊണ്ടുവാ. പുണ്യമാ പുണ്യം. അമ്മേ, അവർ നന്നായി കഴിക്കുന്നുണ്ട്. വിശന്നിട്ടാവൂലേ? പാവം. പാവമാ ഉണ്ണി, കഴിക്കട്ടെ. കണ്ണ് കാണാത്ത കുട്ടിയാ. നന്നായി സാപ്പിട്ടു. കടവുൾ കാപ്പാത്തിടും. പോവട്ടമാ. അമ്മേ, അമ്മേ, പടിഞ്ഞാറേല ആയിഷത്ത വിളിക്കുന്നു. ദേവുട്ടി, ഇവിടെ വന്നാ. ആ പെണ്ണിന്റെ കൂടെയുള്ള ചെറിയോന്റെ കൈവെള്ളയില് ഒരു പൊള്ളലടിയാളം കണ്ടിക്ക്. നമ്മളെ ബാലൂട്ടിന്റെ കൈ പണ്ട് പൊള്ളിയില്ലായിനോ? ആ കുട്ടീനൊന്ന് നോക്ക്. ബാലൂട്ടി, എൻ്റെ മോനെ. ഞമ്മളാ കുട്ടിക്ക് 10 ഉറുപ്പ്യ കൊടുത്തപ്പോ കുട്ടി കൈ നീട്ടി. അപ്പം ഞമ്മക്കൊരു സംശയം, നമ്മളെ ബാലൂട്ടീൻ്റെ കൈ പണ്ട് പൊള്ളിയില്ലായിനോ? പോലീസിനെ വിളിക്കി, ഓളെ പിടിപ്പിക്കി. നമ്മളെ പൈതലിനെ കാണാതായിട്ട് 8 കൊല്ലം കഴിഞ്ഞില്ലേ? എന്നാലും എൻ്റെ കുട്ടീൻ്റെ കണ്ണുകുത്തി പൊട്ടിച്ച്. പോലീസിനെ വിളിക്കി, ഓളെ പിടിപ്പിക്കി. പോലീസിനെ വിളിക്കി, ഓളെ പിടിപ്പിക്കി. പോലീസിനെ വിളിക്കി, ഓളെ പിടിപ്പിക്കി. എനിക്ക് தெரியாதம்மா, സത്യം സത്യം, കുളന്ത എനിക്ക് കിടച്ചതാ. പോലീസിനെ വിളിക്കി, ഓളെ പിടിക്കി. പോലീസിനെ വിളിക്കി, ഓളെ പിടിക്കി. ബാലു, എൻ്റെ മോനെ, മോന്റെ കണ്ണെന്തേ? കൂട്ടുകാരെ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. രക്ഷിതാക്കളും കുട്ടികളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പണിക്കരപ്പുറായ ഗവൺമെൻറ് LP സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പശ്ചാത്തലം ഒരുക്കിയവർ: ഹാർമോണിയം ശ്രീ ബാബു ഗോൾഡൻ മേത്ര, തബല ശ്രീ റഫീഖ് വിളയിൽ, ടൈമർ ഷാഹുൽ തെഞ്ചേരി. ഇതോടെ ഇന്നത്തെ പൂക്കൂട ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.